പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു.
വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രി പോകുന്നവരെ, മക്കൾ ആശുപത്രി പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകള്, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള്, ഇന്ന് വരുന്ന റിസൾട്ടുകള്, ഇന്ന് വരുന്ന ഇമെയിലുകള്, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികള്, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, നീ സംസാരിക്കുന്ന വ്യക്തികള്, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള്, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വചനം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെ കൂടെയാണ് വായിക്കുന്നത്. ഒരാളിൻ്റെ കൂടെ മാത്രമേ നമുക്ക് വചനം വായിക്കാൻ പറ്റത്തുള്ളൂ. അത് എഴുതിയ ആളിൻ്റെ കൂടെ മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എഴുതിയ ആൾ ആ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഓൺ ടൈമിൽ ഓൺലൈനിലാണ് നമുക്കത് തർജ്ജമ ചെയ്തു തരുന്നത്. എന്താണ് അത് എഴുതുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയും. അപ്പം നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ കൊതിച്ചും ആഗ്രഹിച്ചും ദൈവത്തെ സ്നേഹിച്ചും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നടപ്പിൽ വരുത്താൻ ഉദ്യമിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സത്യസന്ധത ദൈവത്തിന് പിടികിട്ടും. അങ്ങനെ ഒരു സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ വായിക്കാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഈ മെൻ്റലി ചാലഞ്ച്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, അവർക്കൊരു സ്ക്രൈബ് ഉണ്ടാവും, ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്നതാണ്. ആ കുട്ടി പറയും, ആ കുട്ടിക്ക് എഴുതാൻ വശമില്ലാത്ത കൊണ്ട് വേറെ വ്യക്തി സ്ക്രൈബ് എന്ന് പറയുന്ന ആൾ എഴുതി കൊടുക്കും. ഇതുപോലെ നമുക്ക് വചന വായനയിൽ നമുക്ക് റീഡർ ഉണ്ടാകണം നല്ലതാണ്. ആ റീഡർ എപ്പോഴും അത് എഴുതിയ ആൾ തന്നെ ആയിരിക്കണം. എന്നാൽ അത് ഓൺലൈനിൽ ഓൺ ടൈമിൽ ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ബൈബിൾ തിയോളജിയിലൊക്കെ പറയുന്ന സിസ്റ്റിൻ ലൈബൻ പോലെയുള്ള സാഹചര്യാധിഷ്ഠിതമായ പശ്ചാത്തല ബന്ധിയായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുക അല്ല, മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനോടും മനുഷ്യരാശിയോടുമായതുകൊണ്ട് തന്നെ അത് ഈ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യൻ്റെ മനസ്സിനോട് അത് ഇൻട്രാക്ട് ചെയ്യും. ഫലവത്തായിട്ട് പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും വായിക്കുന്ന വ്യക്തി അതൊക്കെ ഒരു പൊതുജ്ഞാനം വേണം ബൈബിളിനെ കുറിച്ചും. പിന്നെ കുറച്ച് സ്കിൽഫുൾ നോളജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷേ സ്കിൽഫുൾ നോളജ് വചനവുമായിട്ട് ഇടപഴകുന്നതിന് നമുക്ക് ആവശ്യമായ സ്കിൽഫുൾ നോളജ് ദൈവത്തോടുള്ള സ്നേഹം തന്നെയായിരിക്കണം.
അതാണ് വിഷയം. അല്ലാതെ നല്ല ഡോക്ടർ തീസ് എഴുതുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമായി കഴിഞ്ഞാൽ അതൊന്നും ദൈവിക ലക്ഷ്യമായിരുന്നില്ല. അത് നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചിട്ടുള്ള ലക്ഷ്യമല്ലേ അത് ഇന്നത്തെ ഒരു അക്കാഡമിക് പർപ്പസാണത്. ദൈവത്തിന് അങ്ങനെ അക്കാഡമിക് പർപ്പസൊന്നും ഇല്ലായിരുന്നു. മനുഷ്യൻ്റെ മനസ്സ് രക്ഷപ്പെടണം, ദൈവമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു രക്ഷാകരമായ പർപ്പസാണ് ബൈബിളിലുള്ളത്. ആ രക്ഷാകര പർപ്പസ് ബൈബിൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞതാണ് അതിലായിരിക്കും പറയണത്. അവരുടെ അക്കാഡമിക് പ്രൊഫിഷ്യൻസിയിൽ നിന്ന് വരുന്ന ഒരു ലോക ജ്ഞാനമായിരിക്കും വരണം. അതുകൊണ്ട് അത് ലോകജ്ഞാനം ഒരിക്കലും രക്ഷാകരമല്ല. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. ശരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഐ ആം ദ ട്രൂത്ത് അങ്ങനെ വചനം ഇല്ലേ ബൈബിളിൽ? എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കണതാണ് ഐ ആം ദ ട്രൂത്ത് എന്ന്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. അതിൽ ഒരെണ്ണം കർത്താവ് എന്നടുത്ത് എടുത്തു പറഞ്ഞത് സത്യം, ഞാൻ സത്യമാകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഉടനെ പറഞ്ഞു സത്യമായതുകൊണ്ട് തന്നെ എന്നിൽ കള്ളമില്ലെന്ന്. അപ്പം ഞാനത് എൻ്റെ നോട്ട് ബുക്ക് എഴുതി വെച്ച് എന്നിൽ കള്ളമില്ല എന്ന്. അങ്ങനെ വചനം ബൈബിളിലില്ല. അതിന് പകരം കിടക്കുന്ന വചനം പാരലൽ വഴിയുടെ അതിനേക്കാൾ വലിയ വചനങ്ങളാണ്. എന്നിൽ പാപമില്ലെന്നുള്ളതാണ്. 1 യോഹന്നാൻ 3:5 പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവന് പാപമില്ല. അതാണ് വിഷയം. അവന് കള്ളമില്ല എന്ന് പറയുന്നതിനേക്കാളും ഷാർപ്പാണ് അവന് പാപമില്ലെന്ന് പറയുന്നത്. അപ്പം ഞാൻ സത്യമാണ്, എന്നിൽ അസത്യമില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? സിമ്പിളാ. അതായത് ഞാൻ സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരർത്ഥം എന്നിൽ അസത്യമില്ലെന്നാണ്. അതിൻ്റെ പ്രായോഗിക അർത്ഥം നിങ്ങൾ അസത്യത്തിലായിരിക്കുമ്പോൾ ന്യായമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടായിരിക്കും എന്നുള്ളതാണ്. അതതിൻ്റെ പ്രായോഗിക അർത്ഥം. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ഈശോ നുണയെക്കുറിച്ച് പറയണത്. ഈ യോഹന്നാൻ 8:44 ഇതിൻ്റെ മുഴുവനും ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. പിശാചിനെ കുറിച്ചാണ് പറയണത്. കള്ളം, നുണയും എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സത്യമല്ലാത്ത വിഷയം ഈശോ കോംപ്രമൈസ് മനുഷ്യനെന്നല്ല പറയണത്. പിന്നെ പറയണത് പിശാചെന്നാണ് പറയണത്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. ഇപ്പൊ ഞാൻ സത്യമാണെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ വായിക്കാൻ പറ്റുന്ന കറക്റ്റ് പാരലൽ വചനം എന്താണ്? അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. എന്താണ് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം നമ്മളെ കാര്യം കാണാൻ വേണ്ടിയെങ്കിലും കള്ളം പറയുകയോ പറയേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞുനാൾ മുതലേ നമുക്ക് ട്രെയിനിങ് ഇല്ലാത്ത കാരണം നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അയോഗ്യരായ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തിയതിന് ദൈവമാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി. ഇതെൻ്റെ സഹോദരൻ്റെ ഭാര്യ ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 3/9/2022 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്നോട് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടിരുന്നത്
കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ എഴുതി സമർപ്പിക്കുന്ന ഒരു പള്ളി, അത്ര മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എനിക്കും ഈ പള്ളിയിലൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നൊരു വാഹന സൗകര്യം ഉണ്ടാവുകയും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്ന ആ സമയത്തായിരുന്നു എൻ്റെ സഹോദരൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിലും അവരുടെ ഭവനം പണി പൂർത്തിയാകുന്നതിനെക്കുറിച്ചുള്ളൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കളൊക്കെ അവർ തറയിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. അങ്ങനെ 1.5 വർഷം കൊണ്ട് അവർക്ക് നല്ലൊരു ഭവനം നൽകി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 5 വർഷമായിട്ട് എനിക്ക് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ ഒരു രാത്രി കുറച്ച് വൈകി ഉറങ്ങിയാലോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എനിക്ക് എത്ര നേരം വേണേലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ ഒരു കുഴപ്പവുമില്ല. എല്ലാം എനിക്ക് അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു അതിഭയങ്കരമായ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ മാതാവ് കാത്തു സംരക്ഷിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അന്ന് രാത്രിയിലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ഒരു വലിയ മരം തേക്ക് കാർ ഷെഡിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും പക്ഷേ വാഹനത്തിനോ കെട്ടിടത്തിനോ യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എടുത്തു വെച്ചതുപോലെയായിരുന്നു ആ വലിയ മരം ഞങ്ങളുടെ മുറ്റത്ത് കിടന്നത്. അന്ന് തന്നെ കരണ്ടൊക്കെ പോയി ഞങ്ങൾ രാത്രി കയറി ഉറങ്ങാൻ വീണ്ടും കിടന്നു. അപ്പോൾ എനിക്ക് ശക്തമായ ഒരു പ്രേരണ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, നീ എഴുന്നേറ്റ് മുറിയിലേക്കൊന്ന് നോക്കൂ ഇങ്ങനെ ശക്തമായ തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു പാമ്പ് ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് അമ്മയാണ് അത് ഞങ്ങളെ കാണിച്ചു തന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട് ഒരു താഴ്ന്ന പ്രദേശത്തായതിനാൽ ഞാൻ എപ്പോഴും വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൻ്റെയും പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒന്നും ശല്യം ഉണ്ടാവില്ലേ എന്ന് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ശക്തമായ സംരക്ഷണത്താലാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളെ ഉപജില്ലാതല മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ, ശാസ്ത്ര കലാ കായിക മത്സരങ്ങൾക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിക്കുകയും അമ്മയുടെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം വെച്ച് കുട്ടികളെ പ്രാർത്ഥിച്ചിട്ട് വിടുകയും ചെയ്യുമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉന്നതമായ വിജയം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം ആ കുഞ്ഞു മക്കളുടെ വിശ്വാസവും വർദ്ധിക്കാൻ സഹായിച്ചു. ഇത്രയൊക്കെയാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്ററോളം ദൂരമാണ്. അവിടെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ പത്രവും ഇത് കിട്ടുന്നയാൾക്ക് ഇവരുടെ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന അമ്മയും അമ്മയുടെ തിരുക്കുമാരനും കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഓരോരുത്തരോടും പത്രം വേണോ എന്ന് ചോദിക്കും. വേണ്ട എന്നോ എന്തെങ്കിലും എതിരോ പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറില്ല പത്രം. സ്നേഹത്തോടെ അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു ദിവസം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കും, അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറയും. അടുത്തയാളെ വെയിറ്റ് ചെയ്ത് അവിടെ സമയം ചെലവഴിച്ച് ഞാൻ പത്രം കൊടുത്തിട്ടാണ് തിരിച്ചു പോരുക. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കേൾക്കുകയും സ്റ്റാറ്റസ് ഇടുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം ഞാൻ അതാത് ദിവസങ്ങളിൽ തന്നെ കണ്ടു തീർക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയങ്ങളിൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. വയോജനങ്ങളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മമാരെ കുളിപ്പിക്കുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ പിറന്നാളോ അതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല,
കേക്കും മധുരപലഹാരങ്ങളും ഒക്കെ ഞാൻ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആ കുട്ടികൾക്കാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. ഇത്രയുമൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ സഹോദരിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ കൊടുക്കുന്നു. എൻ്റെ പേര് ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഫെബ്രുവരി 28 ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീട് പണിക്ക് മുന്നോടിയായി എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 3 ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞങ്ങൾ ആ വീട് പണിയുടെ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തറയിൽ ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വസ്തുക്കളുമായി പോയി ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തറ മുതൽ അതിൻ്റെ വാർപ്പ് പണി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വെക്കുമായിരുന്നു. ഞങ്ങൾ ഓരോ പണി കഴിയുമ്പോഴും മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥകളിൽ ഞങ്ങളെ ഒത്തിരി ആളുകൾ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ഞങ്ങളുടെ ഈ പണിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി ഞങ്ങൾ എങ്ങനെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ചെറിയ ഓരോ പണികളും മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് ഞങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി നിരന്തരം ഞങ്ങളുടെ കൂടെ നിന്നു. അത് പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1.5 വർഷം കൊണ്ട് വളരെ മനോഹരമായി എല്ലാ പണികളും തീർത്ത് ഞങ്ങളുടെ സുന്ദരമായ ഭവനത്തിൽ ഞങ്ങൾക്ക് കയറി താമസിക്കുവാൻ സാധിച്ചു. എല്ലാവരും ഈ വീട് കണ്ടിട്ട് പറയുന്നത് കൃപാസനം മാതാവിൻ്റെ സമ്മാനമാണ് ഈ വീട് എന്നാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ജെറമിയ 29:11 മുതൽ 13 വരെ തിരുവചനങ്ങൾ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഷൈനി ജോസഫ് എന്ന ഈ സഹോദരിയും തമ്പുരാൻ്റെ സന്നിധിയിൽ വലിയ സന്തോഷത്തോടു കൂടി മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് സഹോദരി സൂചിപ്പിച്ചു, 10 വർഷമായി ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം യാതൊരു തരത്തിലും അത് ഫലമണിയാതെ നിൽക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് അത് പ്രാർത്ഥിക്കുകയും സഹോദരൻ്റെ കുടുംബം ഭവനം നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് ആ പുരയിടം മുഴുവനും ഏൽപ്പിച്ചു കൊടുത്ത് തടസ്സങ്ങൾ മാറി സമയച്ചുരുക്കത്തിൽ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി അമ്മയോട് നിയോഗം ഏൽപ്പിക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിയുടെ അനുജത്തി അൽത്താരയിൽ സൂചിപ്പിച്ചു, 1.5 വർഷം കൊണ്ട് അമ്മ മാതാവ് ഒരു പുതിയ ഭവനം, നല്ല ഭവനം ഏറെ നാൾ ആഗ്രഹിച്ച് നടക്കാതിരുന്നത് വളരെ നിസ്സാരമായി അമ്മ പൂർത്തീകരിച്ചു തന്നു. ഒരു വ്യക്തിയെ പ്രത്യേകമാംവിധം അതിനുവേണ്ടി ഒരുക്കി തരികയും ആദ്യ അവസാനം ആ ഭവന നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ വ്യക്തി ഏറെ സഹായിക്കുകയും ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് ഏതെങ്കിലുമൊക്കെ ജീവിത വിഷയങ്ങൾ ഏറെ വർഷങ്ങൾ പരിശ്രമിച്ച് കെട്ടുപാടായി കിടക്കുന്നുവെങ്കിൽ ആ വിഷയങ്ങളെ നമുക്ക് അമ്മയുടെ നിസ്സംശയം ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളത് കൊണ്ട് സമയത്തിന് മേൽ അധികാരമുള്ള മകനോട് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി നേടിത്തരുവാൻ പ്രാർത്ഥിച്ചാൽ അമ്മയത് ഫലവത്താക്കി തരും. അമ്മ പറയുന്നത് മകൻ ഏറ്റെടുക്കുകയും നമ്മൾ എത്ര കണ്ട് വിശ്വാസത്തോടെ ആ വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ഉടമ്പടി പ്രകാരം എന്താണോ നാം ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട രീതികളിൽ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ തടസ്സങ്ങൾ മാറുന്നത്, കുരുക്കുകൾ അഴിയുന്നത്, ജീവിത വിഷയങ്ങൾ സുഗമമാകുന്നത് കാണുവാനാവും. സഹോദരി സൂചിപ്പിച്ചു, ഉടമ്പടി എടുത്തതിന് ശേഷം ആ കാരുണ്യ പ്രവൃത്തികളുടെ മേഖലകളെക്കുറിച്ച് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരോട് വലിയ അനുകമ്പയോടെ പെരുമാറുവാൻ, എന്തും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള സന്മനസ്സോടുകൂടി ജീവിക്കുവാൻ, അഗതികളെയും അശരണരെയും നന്നായി കണ്ടുകൊണ്ട് അവരുടെ ജീവിത വിഷയങ്ങളിൽ അവർക്ക് സഹായവും അത്താണിയാകുവാൻ ഉടമ്പടിയിലൂടെ എങ്ങനെ ഒരു കുടുംബത്തെ സഹായിച്ചുവെന്ന് വാക്കുകളിലൂടെ പങ്കുവച്ചു.
ഉടമ്പടി കേവലം പ്രാർത്ഥനയുടെ ഒരു ജീവിതമല്ല, മറിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിലൂടെ പ്രാർത്ഥനയ്ക്കും മജ്ജയും മാംസവും വെപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉടമ്പടി നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറെടുക്കുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഏതൊരാളുടെ മുമ്പിലും എൻ്റെ കർത്താവ് ശക്തനാണ്, അവൻ ആപത്തിനെന്നും കവചവും സുരക്ഷിതത്വമായ കോട്ടയുമാണെന്ന് പറയുവാൻ പറ്റുന്ന ധൈര്യത്തിൽ യേശുനാമത്തെ പ്രകീർത്തിക്കുവാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. അതാണ് സഹോദരി സൂചിപ്പിച്ചത്. ആ ഭവന നിർമ്മാണം വളരെ സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് സുന്ദരമായി പൂർത്തീകരിച്ചുവെന്ന്. രണ്ടാമത്തതും അതുപോലെ തന്നെ ഗൗരവമുള്ള വിഷയമാണ്. നാം എല്ലാവരും സങ്കടത്തോടെ ഓർക്കുന്നതാണ് ചൂരൽമലയിലെ ദുരന്തം. ആ ദുരന്ത ദിവസം തന്നെ ഒരു തേക്ക് അത്ര പെട്ടെന്ന് കടപുഴകുന്നതല്ല. അത് കടപുഴകുമ്പോഴും വീടിനുമേൽ പതിക്കുമ്പോഴും യാതൊരു ആപത്തുമില്ലാതെ സംരക്ഷിക്കുന്നതിനെയാണ് സൂചിപ്പിച്ചത്. ആരോ എടുത്തു മാറ്റി വെച്ചതുപോലെ തേക്ക് മാറിയിരുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ആ കരണ്ട് പോകുമ്പോൾ ഒരു പാമ്പിനെ കാണാൻ വിധം എഴുന്നേറ്റ് നോക്കുവാൻ വേണ്ടി നിരന്തര സന്ദേശം കിട്ടുന്നു. നമുക്ക് സന്ദേശങ്ങളെ തോന്നലുകളായി എടുക്കാം. ഉടമ്പടിയിലുള്ളവർക്ക് അത് അമ്മ മാതാവിൻ്റെ വാക്കുകളാണ്. ഉടമ്പടിയിലുള്ളവർക്ക് ഒരു സന്ദേശം വരുമ്പോൾ ആ സന്ദേശത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ അതിനകത്ത് അർത്ഥം കാണുവാനാവും. അതിനകത്ത് നിന്ന് ഒരു അനുഭവം അമ്മ നമുക്ക് കൈമാറുകയും ചെയ്യും. പലവരും സഹോദരിയോട് പറയുന്നുണ്ട് എഴുന്നേറ്റ് നോക്കുകയെന്ന്. എഴുന്നേറ്റ് നോക്കുവാൻ ആ രാത്രിയിൽ തയ്യാറാകുമ്പോൾ തങ്ങളെ ഒരുപക്ഷെ കൊത്തുവാനോ ആപത്തേൽപ്പിക്കുവാനോ സാധിക്കുന്ന പാമ്പിനെ കണ്ടുവന്ന്. പ്രിയമുള്ളവരെ, അമ്മ എപ്പോഴും സംരക്ഷണത്തിൻ്റെ അമ്മയാണ്. അമ്മ ഏതൊരു ആപത്തിനും നമുക്ക് സുരക്ഷിതമായ കോട്ടയൊരുക്കുവാൻ സന്നദ്ധതയുള്ള അമ്മയാണ്. അതാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക. വലിയ അപകടത്തിലേക്ക് പോകാമായിരുന്ന ആ ഒരു അപകടം, ആ മരം മറിഞ്ഞു വീണതും പാമ്പ് എഴുന്നേറ്റ് നിന്നതും രണ്ട് കാര്യത്തിൽ നിന്നും ഒരുപോലെ സംരക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ സംരക്ഷിച്ചു. സഹോദരി അതിന് എന്താ ചെയ്തത്? ഉടമ്പടി എടുത്ത നാൾ മുതൽ വീട് താഴെയായതുകൊണ്ട് പ്രകൃതി ദുരന്തം വന്ന് വീടിന് മേൽ അലയ്ക്കാതിരിക്കുവാൻ എന്നും ഉപ്പ് വിതറിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. നമ്മൾ ഉപ്പ് വിതറുക, കാശുരൂപം നിക്ഷേപിക്കുക, അമ്മ മാതാവിൻ്റെ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം അച്ഛൻ നമുക്ക് കൈമാറിക്കൊണ്ട് ഇതിങ്ങനെ ചെയ്യൂവെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അത് ദൈവികമായ സംരക്ഷണം, തിന്മയുടെ സ്വാധീനത്തിനെതിരെ നമ്മുടെ വീട്ടിലും നാം വസിക്കുന്ന വ്യാപരിക്കുന്ന ഇടങ്ങളിലും നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത് വിശ്വാസത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ആപത്ത് സമയത്ത് അനുഗ്രഹത്തിൻ്റെ അടയാളമായിരിക്കും. അതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. മരം കടപുഴകിയിട്ടും പാമ്പ് തലയുയർത്തി ആപത്ത് വരുത്തും വിധം നിവർന്നു നിന്നിട്ടും ഞങ്ങളെ അമ്മ മാതാവ് കരങ്ങളിൽ സംരക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ആപത്തിൽ സംരക്ഷണമാണ്, രോഗത്തിൽ സൗഖ്യമാണ്, പ്രതിസന്ധിയിൽ അത് തരണം ചെയ്യുവാനുള്ള അതിജീവനത്തിൻ്റെ വഴിയാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ തന്നെ നമ്മുടെ കരം പിടിച്ച് നടക്കുകയും ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് അജിത. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കോവളം ഫെറോനയിൽ പാലപ്പൂർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2024 ഫെബ്രുവരി 26 തീയതിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല, വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഉടമ്പടി എടുത്തത് 17/8/2024 ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നപ്പോൾ ഇവിടെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്കിതുപോലെ ഒരു സാക്ഷ്യം പറയാൻ സാധിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പരിശുദ്ധ അമ്മ അതിന് എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ ആദ്യത്തെ നിയോഗം, എൻ്റെ സഹോദരൻ്റെ മകൻ 13 വയസ്സായ മകൻ നഷ്ടപ്പെട്ട് ആ മകൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. ആ കുടുംബത്തിന് ഒത്തിരി കടബാധ്യതയുണ്ട്. വീട് ജപ്തി ഭീഷണിയിലായിരുന്നു. 5 ലക്ഷം രൂപ അവർ ലോൺ എടുത്തതാണ്. അത് 15 ലക്ഷം രൂപയോളമായി. ആ സമയത്താണ് മകൻ നഷ്ടപ്പെടുന്നതും സഹോദരൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്നതും. അവർക്ക് പിന്നീട് ആ ലോൺ ക്ലോസ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. അപ്പോൾ അവർക്ക് അപ്പോൾ അവർ പറഞ്ഞത് മുഴുവൻ രൂപയും അടയ്ക്കണം, അല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് അവർ എല്ലാവരും കൂടെ ഇടപെട്ട് ആ ഒരു ദിവസം 5 ലക്ഷം രൂപ അടച്ച് കുറച്ച് പലിശയും അടച്ചാൽ പ്രമാണം തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇവിടെ ഡെയിലി ബ്രെഡ് ഇവിടെ ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്ന സമയത്താണ്
ഒത്തിരി കഷ്ടപ്പെട്ട് ആ പൈസ അടയ്ക്കുകയും അന്ന് പ്രമാണം ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഉൾപ്പെടുത്തി ആ കുടുംബത്തിന് ഒരു ഭവനം നിർമ്മിക്കുകയും ചെയ്തു. രണ്ടാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒത്തിരി 2.5 വർഷം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, എങ്കിലും നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്തു. അതിലും കുഴപ്പമില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കി. ആ മാസം തന്നെ മോൾ കൺസീവ് ആവുകയും 2024 ഫെബ്രുവരി 4-ാം തീയതി സിസേറിയൻ 2025 ഫെബ്രുവരി 4-ാം തീയതി സിസേറിയനിലൂടെ മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. എൻ്റെ നിയോഗം ഇതായിരുന്നു. എൻ്റെ സഹോദരൻ്റെ എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. പിന്നീട് എൻ്റെ സഹോദരൻ്റെ മകൻ മരിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഒരു മകൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നല്ല ദൈവവിശ്വാസവും ദൈവാനുഗ്രഹവും ദീർഘായുസ്സുമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്ന് അമ്മ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചു. അതുപോലെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് അതുല്യ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷം പോകുന്നു. 5.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 2.5 വർഷമായിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങി. പല ഹോസ്പിറ്റലിൽ പോയി പല ഡോക്ടർമാരെ കണ്ടു. എന്നിട്ടും ഒരു രക്ഷയില്ല. എല്ലാവരും പറയുന്നത് ദൈവത്തെ വിളിക്കുക, ദൈവം മാത്രം വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എന്നും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഒരിടവും പോകാൻ വയ്യ, ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ സങ്കടം കണ്ട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എന്നും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉദരത്തിൽ ഉദരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുവഴി ഞാൻ കൺസീവ് ആവുകയും 2025 ഫെബ്രുവരി 4 ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഗ്രൂപ്പുണ്ട്. എല്ലാ മാസവും അനാഥാലയത്തിൽ ഭക്ഷണം എത്തിക്കും. അത് പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും അർഹതപ്പെട്ട സഹായം ആവശ്യമാണെന്ന് കാണുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം, അക്രൈസ്തവ മേഖലയിലും ജോലിസ്ഥലത്തും എല്ലാം ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കൂടും, അത് ഷെയർ ചെയ്യും. ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടുകയും ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000. 107:13. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അജിതകുമാരി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ 2 വലിയ നിയോഗങ്ങളെയാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ഒന്ന്, സ്ട്രോക്ക് വന്ന് കിടപ്പിലായ സഹോദരൻ്റെ കുടുംബത്തിൻ്റെ വലിയ കടബാധ്യത, ഒരു ഭവനമില്ലാത്ത ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ഈ 2 നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അതിന് അമ്മയുടെ ഇടപെടലും പരിഹാരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരി സൂചിപ്പിച്ചു, അച്ഛൻ്റെ ഉടമ്പടി ആരാധന കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവസം തന്നെ ആ കടബാധ്യതകൾ മുഴുവനും മാറും വിധം കാര്യങ്ങളെല്ലാം അമ്മ ക്രമീകരിച്ചു കൊടുത്തു. ഒരു ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്നും സഹോദരൻ്റെ കുടുംബത്തിന് സമയ ചുരുക്കത്തിൽ ഒരു സുസ്ഥിരമായ ഒരു ഭദ്രതയുള്ള ഒരു ഭവനം നിർമ്മിച്ച് എടുക്കുവാനും ചുരുങ്ങിയ നാളുകൊണ്ട് അമ്മ സഹായിച്ചുവെന്ന്. ഈ 2 കാര്യവും അസാധ്യമെന്ന് കരുതി, ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതി ക്ലേശിച്ചിരുന്ന കാലത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ കുടുംബം എങ്ങനെ സംരക്ഷിക്കപ്പെട്ടുവെന്ന്, കണ്ണീരെങ്ങനെ തുടയ്ക്കപ്പെട്ടുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, മോളുടെ സ്വന്തം കാര്യമാണ് സൂചിപ്പിച്ചത്. മോൾ തന്നെ വാക്കുകളിലൂടെ പങ്കുവെച്ചു. വിവാഹശേഷം 5.5 വർഷം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചു. 2.5 വർഷത്തോളം 3 വർഷത്തോളം തുടർച്ചയായ ചികിത്സയ്ക്ക് വേണ്ടി പോയി. ഒരു പ്രയോജനവുമില്ലാതെ എല്ലാം നിരാശയിലായി ഭവനത്തിന് മടങ്ങിയെത്തി. സങ്കടവും നിലവിളിയും വഴക്കും മാത്രമായി ജീവിതമാകെ തകർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നതും അമ്മയെ പറഞ്ഞുവിട്ട ഉടമ്പടി എടുപ്പിച്ച നേർച്ച വസ്തുക്കൾ മകളുടെ ഉദരത്തിൽ പൂശി പ്രാർത്ഥിച്ചു തുടങ്ങുന്നതും. മകൾ പറയുന്നുണ്ട്, ഉദരത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോടൊപ്പം ചേർന്നിരുന്ന ഉടമ്പടി ധ്യാനത്തിലും അമ്മയുടെ അനുദിന പ്രാർത്ഥനയിലും ഞാൻ പങ്കുചേരുമായിരുന്നു. അങ്ങനെ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കെ അമ്മ മാതാവിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ ദൈന്യതയും എൻ്റെ കുറവുകളും മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ അമ്മ ഉരുവാക്കി തന്നു. ആരോഗ്യത്തോടുകൂടി ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് പിറവി കൊടുക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മരുന്നിന് അസാധ്യമായത്, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞത്,
ജീവിതം തന്നെ പ്രതീക്ഷ കൈവിട്ടുപോയത്. അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ ജീവിതം ക്രമീകരിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അപമാനം നീക്കി കണ്ണീര് തുടച്ച് കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും നൽകിക്കൊണ്ട് ഒരു മകനെ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നാം ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണീരോടെ അവിടുത്തെ സന്നിധിയിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ മേൽ കരുണയാവുകയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സദാ സന്നദ്ധനായി കൂടെ വരികയും ചെയ്യും. ഒന്നു മാത്രം, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് തയ്യാറുണ്ടാവണം. അതാണ് യോഹന്നാൻ 2:5 നമ്മൾ ഉടമ്പടിയിൽ എപ്പോഴും നമ്മോട് ആപ്തവാക്യം പോലെ ആവർത്തിച്ച് പറയുക, അവൻ പറയുന്നത് പോലെ ചെയ്യണം. ഈശോ എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കുവാൻ, അതുപോലെ പെരുമാറുവാൻ, അതുപോലെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ സമയച്ചുരുക്കം മാതാവ് അനുഗ്രഹത്തിൻ്റെ നിരന്തരമായ അനുഭവങ്ങൾ മകനിലൂടെ വർഷിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ നല്ല സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനീഷ ജോർജ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത ആനക്കലിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, മകൻ ക്രിസ് ജോ ജസ്റ്റിൻ, എറിക് ജോ ജസ്റ്റിൻ. ഞാൻ ജൂലൈ 2024 ജൂലൈ 14 തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളൊരു വീട് വിൽക്കുകയും അതിൽ വീട് വിറ്റ് അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും അതൊരു തോടിൻ്റെ ഭാഗത്തായിരുന്നു വീടിരുന്നത്. അപ്പോൾ അത് വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ഇരുത്തം വരികയും ചെയ്തു. അപ്പോൾ ആ വീട്ടുകാർ ഞങ്ങളോട് ആ വീട് ഒന്നെങ്കിൽ തിരിച്ച് മേടിക്കണമെന്നും അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് 10 ലക്ഷം രൂപ തരണമെന്നും പറഞ്ഞു. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു തുകയായിരുന്നു. അങ്ങനെ വളരെ വിഷമിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി വെച്ച് ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മേ, ഇത്രയും രൂപ ഞങ്ങൾക്ക് കൊടുക്കാൻ ഇപ്പം സാഹചര്യമില്ല, അമ്മ ഞങ്ങൾ അതിനിരിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ മാതാവ് ഇടപെട്ട് അത് 1.5 ലക്ഷം രൂപയായിട്ട് ഞങ്ങൾക്കത് കുറച്ച് തന്നു. അങ്ങനെ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഗർഭിണിയായപ്പം ആദ്യത്തെ മാസത്തിൽ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും അത് ഡോക്ടർ പറഞ്ഞു ഇത് അബോർഷനായി പോകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ഒരുപാട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം ഞാൻ ഉദരത്തിൽ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും കഴിക്കുകയും ചെയ്തു, പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലിയും കൊന്തയൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് കുഞ്ഞിനും പൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പം ഞാനിപ്പോൾ 9 മാസം ഗർഭിണിയാണ്. ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ എൻ്റെ ഉദരത്തിൽ അമ്മ തന്നിട്ടുണ്ട്. അതിന് 1000 നന്ദി ഞാൻ അമ്മയോട് പറയുകയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. ഒരുപാട് കിണർ കുത്തി വെള്ളമെല്ലാം കുത്തിയിട്ട് അധികം വെള്ളം നിൽക്കുന്നില്ല, വെള്ളം പെട്ടെന്ന് പറ്റി പോവുമായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാഷ് കൊടുത്തായിരുന്നു വെള്ളം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു കുഴക്കിണർ കുത്താൻ പറഞ്ഞു. അപ്പം കുഴക്കിണർ കുത്തിയപ്പം 150 അടിയിൽ വെള്ളം കാണുമെന്ന് പറഞ്ഞു. അപ്പം ചേട്ടായി ഇങ്ങനെ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, നീ ഒന്ന് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം, വെള്ളം കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥാനം കണ്ടെടുത്ത് മാതാവിൻ്റെ വിശുദ്ധ ഉപ്പും വിതറി ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ കിണർ കുത്താൻ തുടങ്ങി. കിണർ കുത്തി 150 അടി കഴിഞ്ഞു, 490 അടിയായി, എന്നിട്ടും വെള്ളം കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി 500 അടിയേ അവർ കുത്തത്തുള്ളൂ, അതിൽ കൂടുതൽ അവർ കുത്തിയല്ലെന്ന് പറഞ്ഞു. അപ്പം ചേട്ടായി വിഷമിച്ച് എന്നെ വിളിച്ചു, എടി ഇങ്ങനെ വെള്ളം കിട്ടുന്നില്ല, എന്നാ ചെയ്യും? അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ
വെള്ളം ഇങ്ങനെ ഓളം തള്ളുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടായിയോട് പറഞ്ഞു, അമ്മ മാതാവ് നമുക്ക് വെള്ളം തരും, മാതാവിൻ്റെ വിശുദ്ധ ഉപ്പല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്, അപ്പം വെള്ളം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 498 അടിയായപ്പോഴത്തേക്കും വെള്ളം കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും അവിടെ ഇടണം, അതിൻ്റെ അകത്തോട്ട് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പം 500 അടി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം വരാൻ തുടങ്ങി. ഇപ്പം ധാരാളം വെള്ളം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് സുഗന്ധാഭിഷേകവും തിരിയിൽ മാതാവിൻ്റെ അമ്മ മാതാവിൻ്റെ രൂപവും എല്ലാം അമ്മ മാതാവ് കൂടെയുണ്ടെന്ന് തെളിയിച്ച് തന്നു. അങ്ങനെ ഒരുപാട് രോഗസൗഖ്യങ്ങളും എല്ലാം അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പ്രാർത്ഥിക്കാനും എല്ലാം ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കും. പിന്നെ പത്രം വാങ്ങിച്ച് ഞാനും മോനും കൂടെ ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലായിടത്തും പത്രം കൊണ്ടുപോയി കൊടുക്കും. ചിലവർ പരിഹസിക്കും, എന്നാലും ഞങ്ങൾ ബാക്കിയുള്ളടത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ പത്രം എല്ലാവർക്കും കൊടുക്കും. പിന്നെ എന്നെ കഴിയുന്ന പോലെ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ വയ്യാത്ത അങ്ങനെ വരുമ്പം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവർക്ക് തൂത്ത് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അത്ഭുതങ്ങളൊക്കെ വേദനകളെല്ലാം മാറിയെന്ന് ഓരോരുത്തർ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് അനുഭവങ്ങൾ അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനും സങ്കീർത്തനങ്ങൾ 145, 8, 9 തിരുവചനങ്ങൾ. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. അനീഷ ജോർജ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ 3 പ്രധാന നിയോഗങ്ങൾ അമ്മയുടെ സവിശേഷ സംരക്ഷണയാൽ സഹായം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾ ആദ്യം സൂചിപ്പിച്ചത് കുടുംബം ഒരു ഭവനം നിർമ്മിച്ച് അത് മറ്റൊരു കൂട്ടർക്ക് കൈമാറിയപ്പോൾ അവിചാരിതമായി അവിടെ വെള്ളം കയറുകയും ആ വെള്ളം കയറിയതിലൂടെ ആ പുതിയ ഭവനം വാങ്ങിയ കുടുംബം ഇവരോട് നഷ്ടപരിഹാരവും ആ ഭവനത്തിലുണ്ടായ ചെറിയ ഇടിവ് കാരണം അത് 10 ലക്ഷം രൂപ നൽകണം എന്നൊരു ഡിമാൻഡ് വെച്ചു. അത് കുടുംബത്തിന് കൊടുക്കുവാൻ താങ്ങാവുന്നതിനുമപ്പുറവും ഏറെ ഞെരുക്കമുള്ള വിഷയവുമായി തീർന്നു. അതാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഈ കുടുംബം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഏറ്റവും ആഗ്രഹത്തോടുകൂടി അമ്മയുടെ ഇടപെടലിന് വേണ്ടി ഒരു പരിഹാരത്തിന് വേണ്ടി നിയോഗം സമർപ്പിക്കുന്നത്. മകൾ സൂചിപ്പിച്ചു, 10 ലക്ഷത്തിന് വേണ്ടി ആദ്യം നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ആ പുതിയ ഭവനം വാങ്ങിയ കുടുംബം പിന്നീടത് 1.5 ലക്ഷം രൂപ മതിയെന്ന് തീരുമാനിക്കുകയും അതോടുകൂടി ആ പ്രശ്നം വളരെ വലിയ രീതിയിൽ കുടുംബത്തെ ഞെരുക്കിയത് അമ്മ മാതാവ് നിസ്സാരമായി ഭാരം കുറച്ചു കൊടുത്ത് ആ വിഷയം പരിഹരിച്ചതിൻ്റെ സന്തോഷമാണ് ആദ്യം പങ്കുവച്ചത്. രണ്ടാമത്തത് ഇപ്പോൾ ഉദരത്തിലുള്ള കുഞ്ഞിനെ സംബന്ധിച്ച സാക്ഷ്യമാണ് മകൾ പങ്കുവച്ചത്. അതിൻ്റെ ആദ്യ നാളുകളിൽ ഹെവി ഇൻറ്റേർണൽ ബ്ലീഡിങ് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു അത് അബോട്ടായി പോകും, ലഭിക്കില്ല എന്ന് പറഞ്ഞ നാളുകളിൽ ഏറെ ആദിയോടുകൂടി അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉദരത്തിൽ നിരന്തരം ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് ഈ കുഞ്ഞിനെ ഉദരത്തിൽ പൂർണ്ണ വളർച്ച എത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. മകളിപ്പോൾ 9ാം മാസമാണ്. ഈ ദിവസങ്ങളിൽ മകൾ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ പോവുകയാണ്. മാതാവിൻ്റെ അരികിൽ നന്ദിപൂർവം ഈ കാലമത്രയും ഈ 9 മാസവും ഈ കുഞ്ഞിനെ ഉദരത്തിൽ ആരോഗ്യത്തോടെ സംരക്ഷിച്ചതിന് അമ്മയോട് നന്ദി പറയുകയാണ്. കാരണം മകൾ പറയുന്നുണ്ട്, 5ാം മാസം ചിക്കൻ ബോക്സ് പിടിപെട്ടു, വീട്ടിൽ ജീവിത പങ്കാളിക്കും എല്ലാവർക്കും പിടികിട്ടു. അത് രണ്ടാമത് വലിയൊരു ആദ്യമുള്ള വിഷയമായിരുന്നു. അപ്പോഴും പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല, ഭയപ്പെടേണ്ട, ആരോഗ്യത്തോടു കൂടി ഉദരത്തിൽ കുഞ്ഞുണ്ട് എന്ന് മക്കളെ അറിയിച്ചതിന് അമ്മയോടുള്ള വലിയ നന്ദിയും സ്നേഹവും ഉദരത്തിലുള്ള കുഞ്ഞിനെ എല്ലാ ആപത്തുകളിൽ നിന്ന് സംരക്ഷിച്ച് പൂർണ്ണ വളർച്ചയിലേക്ക് അതിനെ നയിച്ചതിനുള്ള നന്ദിയാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ജീവിതം അത് ഏതൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിപ്പോകുമ്പോഴും അമ്മ മാതാവ് എങ്ങനെ കരം പിടിക്കുകയും നമ്മളെ കാത്തു സംരക്ഷിക്കുകയും
നമുക്ക് തന്നെ സങ്കടത്തിൻ്റെ വേലിയേറ്റങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നുവെന്ന് ഈ മക്കൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. മൂന്നാമത്തത് കിണർ കുത്തിയ അവസരത്തിലുണ്ടായ അനുഭവമാണ്. 150 അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് അത് കുടിക്കുന്നവർ മക്കളോട് അറിയിച്ചു. പക്ഷേ അത് 450 കഴിഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ ചുരിമണൽ മാത്രം കണ്ട അവസരത്തിൽ അവർക്ക് പോലും വെള്ളം കിട്ടില്ല എന്നൊരു വിചാരത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് 500 അടി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഉപേക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ഈ കിണർ കുത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും കിണർ കുത്തി 150 അടി കഴിയുമ്പോൾ ഓരോ തവണ ജീവിത പങ്കാളി വിളിച്ചു പറയുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മയുടെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിരന്തരം അത് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ 450 അടിയിൽ ഈ ശ്രമം ഉപേക്ഷിക്കുന്നു, ഇനി അധികം മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് കരുതി അവർ നിരാശരാകുമ്പോൾ, ജോലിക്കാർ നിരാശരാകുമ്പോൾ അല്പം പോലും മനസ്സുമെടുക്കാതെ ഉടമ്പടി ഉപ്പ് ആ കുടിയിലേക്ക് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സവിശേഷമായ സംരക്ഷണയാൽ വെള്ളം വരുന്നതിന് വേണ്ടി ഈശോയുടെ കുടുംബം പ്രാർത്ഥിക്കുകയും മകൾ ഭവനത്തിൽ തിരികെത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ പ്രതിസന്ധിയിൽ ശുദ്ധജലമില്ലാത്ത ഈ അവസ്ഥയിൽ ഈ ജലത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മ സഹായിക്കുവാനായി ആഗ്രഹത്തോടെ പൂർണ്ണ ശരണത്തോടെ പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. 498 അടിയിൽ വെള്ളം കാണുകയും അവിടെ അന്ന് ഒരു അമ്മയുടെ ആശീർവാദം ഇട്ടിട്ട് ഇന്നുവരെയും വെള്ളം വറ്റാതെ കുടുംബത്തിന് ആ ജലം സുലഭമായി ലഭിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, കണ്ണുകൊണ്ട് നമുക്കൊരു പക്ഷേ കാണാനാവാത്തത്, നമ്മുടെ പരിശ്രമത്തിൽ ഒരുപക്ഷെ നമുക്ക് വിജയം കവരിക്കുവാനാകുമെന്ന് പ്രതീക്ഷയില്ലാത്തത്, നമ്മൾ തന്നെ അധ്വാനത്തിൽ മനസ്സുമെടുത്ത് പിന്തിരിയുവാൻ നമ്മൾ വിചാരിക്കുന്നിടങ്ങളിൽ അമ്മയുടെ ശക്തമായ സംരക്ഷണം, അമ്മ കൂടെ നിന്ന് സഹായിക്കുന്ന അനുഭവത്തെയാണ് ഈ കുടുംബം ഈ കിണർ കുടിക്കുന്ന ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഭാരങ്ങൾ ലഘൂകരിക്കുന്ന, പ്രാർത്ഥനകൾ അനുഗ്രഹിക്കുന്ന, ജീവിത വിഷയത്തിൽ ഇടപെടുന്ന, അമ്മയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങളെ അമ്മ നമുക്ക് സുരക്ഷിതമായ അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി ഈശോയിൽ നിന്ന് നേടിത്തരുന്ന ജീവിതത്തെയാണ് ഈ കുടുംബം അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെയും അമ്മ ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് പ്രിൻസി. ഞാൻ മഞ്ഞുമല ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എനിക്ക് 2020 ഭയങ്കരമായ നടുവേദന വന്നിട്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും ജോലി ചെയ്യാൻ പോകാനും ഒന്നിനും വയ്യാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് അത് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നടുവേദനയ്ക്ക് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇതിനൊക്കെ സർജറിയാണ്, MRI എടുത്ത്. അപ്പോൾ അതിൽ ഡിസ്കിന് ബൾജായിട്ട് നല്ല പെയിനും ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാനൊന്നും വയ്യ, കാലിങ്ങനെ മരവിച്ചൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ നടുവേദന ഒന്ന് കുറഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ച് ഞാൻ കൃപാസനത്തിൽ വന്നു. 2022 ഞാൻ ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പയ്യെ എനിക്ക് നടങ്ങാൻ തുടങ്ങി. ഞാനപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ തൈലം എന്നും എൻ്റെ നടുവിലൊക്കെ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു മെഡിസിനും ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഞാൻ ജോലിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമായി. ഞാനും 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അപ്പം ജോലി ചെയ്യാണ്ട് എനിക്ക് ഒന്നും ചെയ്യാനും പറ്റൂല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വീടുമില്ല. ആകെ ഞാൻ വിഷമിച്ച്. അപ്പം ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് പാവങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിള്ളേരെന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് സ്ഥലവും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അങ്ങനെ ഞാൻ ജോലി സ്ഥലത്ത് ചെന്ന് സാറുമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, പ്രിൻസി അവിടെ വല്ലയിടത്തും സ്ഥലം ഉണ്ടെങ്കിൽ നോക്ക്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സ്ഥലം ജോലി സ്ഥലത്ത് ഒരു സാറ് വഴി വന്ന് കണ്ട് ഞാനവിടെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച്, അമ്മേ ഞാൻ 10 വർഷമായി പിള്ളേരെയും കൊണ്ട് വാടകയ്ക്ക് താമസിക്കാം, അപ്പോൾ എനിക്കൊരു ഭവനം സ്വന്തമായിട്ട് വേണം.
അപ്പോൾ എനിക്ക് ഈ സ്ഥലം വാങ്ങാൻ അമ്മ മാതാവ് യേശുനാഥനും എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സാറ് വന്ന് കണ്ട് സ്ഥലം വാങ്ങിച്ച് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഈ ഡിസംബർ 2-ാം തീയതി എനിക്ക് പള്ളിയിൽ നിന്ന് വീട് വെച്ച് തന്ന് വെഞ്ചിരിച്ച് ഞാനും എൻ്റെ പിള്ളേരും അതിൽ താമസിച്ച്. അതിനെനിക്ക് സ്ഥലം വാങ്ങാൻ ഒരുപാട് പൈസ വേണമായിരുന്നു. ഞാനൊരു 2 സെൻറ്റ് സ്ഥലമാണ് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് 5 സെൻറ്റ് സ്ഥലം നൽകി അനുഗ്രഹിച്ചു. 15 ലക്ഷം രൂപയോളം ആ സ്ഥലത്തിന് വിലയുണ്ടായിരുന്നു. അപ്പം അത് ഒരിക്കലും എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. പലരുടെ സഹായത്താൽ എനിക്കത് വാങ്ങാൻ പറ്റി. എനിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ കുറവ് വന്നപ്പോൾ വേറൊരു സാറ് കടമായിട്ട് എന്നെ സഹായിച്ചെങ്കിലും ആ 5 ലക്ഷം രൂപ വേറൊരു ആൻറ്റി വഴി എനിക്കത് തിരിച്ചു കൊടുക്കാനും സാധിച്ചു. ഇതെല്ലാം അമ്മ മാതാവ് യേശുനാഥൻ തന്ന് അനുഗ്രഹിച്ചതാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ മരണം വരെ കോടാനുകോടി നന്ദി തിരുക്കുമാരനും അമ്മ മാതാവിനും പറഞ്ഞോളും. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളതുപോലെ രോഗികൾക്കൊക്കെ ഞാൻ കൊടുക്കും. പിന്നെയെന്ന് വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഒരു ഫ്ലാറ്റിൽ ക്ലീനിങ്ങിൻ്റെ ജോലിക്കാണ് പോണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ജോലി അന്വേഷിച്ച് വരും. അപ്പോൾ ഞാൻ കുറേ വർഷമായി അവിടെ ജോലിക്ക് പോകണം. ആ പരിചയത്തിൽ അവർ പ്രിൻസി ചേച്ചിനോട് പറയുക, അപ്പോൾ ജോലി വാങ്ങിത്തരും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ജോലി വാങ്ങിക്കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും വന്ന് ചോദിക്കും, ഈ ഏജൻസിക്കാരോട് ജോലി ചോദിക്കണ പോലെ എല്ലാവരും വരും, പ്രിൻസി ചേച്ചി എനിക്കൊരു ജോലിയാക്കി തന്നോട്ടാ, എനിക്കൊരു ജോലിയാക്കി. എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കണേണ് എൻ്റെ മക്കളെയും നോക്കി. അപ്പം അതുപോലെ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ എന്നോർത്ത് ഞാൻ എൻ്റെ സമയമൊക്കെ കളഞ്ഞ് അവർക്ക് ജോലിയൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ടായ പോലെ ഞാൻ സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. അത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പ്രിൻസി എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച 2 വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് ആദ്യത്തേത് മകൾക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ്. നടക്കുവാനാവാതെ ജോലി ചെയ്യുവാനാവാതെ നടുവുവേദനയിൽ ക്ലേശിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ഡോക്ടർമാർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചപ്പോൾ അമ്മയുടെ ഉടമ്പടി തൈലം മാത്രം പൂശി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ തൻ്റെ ദൈന്യതയിൽ അമ്മ കാത്തുകൊള്ളുവാനും സംരക്ഷിക്കുവാനും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതിലൂടെ യാതൊരു ഓപ്പറേഷനുമില്ലാതെ യാതൊരു ചികിത്സയും മരുന്നുമില്ലാതെ ഉടമ്പടി തൈലത്തിലൂടെയും ആഹരിച്ച ഉടമ്പടി ഉപ്പിലൂടെയും മകൾക്ക് ലഭിച്ച പൂർണ്ണ ആരോഗ്യത്തെയും സൗഖ്യത്തെയുമാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത് മകനുടെ ജീവിത സാക്ഷ്യം അതിലുമേറെ ശ്രദ്ധേയമാണ്. 10 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു, ഒരു തരി മണ്ണില്ല. പള്ളിയിൽ നിന്ന് ഏറ്റവും ക്ലേശിക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനം വെച്ചു കൊടുക്കുവാൻ ഒരു പദ്ധതി തയ്യാറാവുന്നു. പക്ഷെ സ്വന്തമായി ഭൂമി വേണം. ഭൂമിയില്ലാതെ ക്ലേശിക്കുന്ന സഹോദരി ജീവിത പങ്കാളി 8 വർഷങ്ങൾക്ക് മുമ്പ് രോഗം മൂലം മരണപ്പെട്ടതാണ്. 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും താഴ്ന്ന ജോലികൾ, ക്ലീനിങ്ങിൻ്റെ ജോലികൾ ചെയ്ത് മകൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തിരി മണ്ണിന് വേണ്ടിയുള്ള പരിശ്രമമാണ് മകൾ നടത്തുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ പരിശ്രമങ്ങൾ അനുഗ്രഹിക്കപ്പെടുക നമ്മളെങ്ങനെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. മകളുടെ സാക്ഷ്യത്തിൻ്റെ അവസാനം മകൾ പറയുന്നുണ്ട്, എന്നെപ്പോലെ ക്ലേശിച്ച് ജീവിക്കുന്ന അനേകർ ഞാൻ ജോലി ചെയ്യുന്നിടങ്ങളിൽ വന്ന് ഫ്ലാറ്റിൽ ചെറിയൊരു ജോലിക്ക് വേണ്ടി എന്നെ തേടി വരുമ്പോൾ അവരോരോരുത്തർക്കും എൻ്റെ സമയം കളഞ്ഞ് ഓരോരുത്തരെയും ഓരോ വ്യക്തികളെയും കണ്ട് ജോലിക്ക് വേണ്ടിയുള്ള ശുപാർശ കൊടുത്ത് അങ്ങനെ അനേകരെ ആ ചെറിയ താഴ്ന്ന ജോലികൾക്ക് വേണ്ടി പ്രവേശിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെപ്പോഴും എനിക്ക് സന്തോഷമുള്ളൊരു പ്രവൃത്തിയായിരുന്നു. ഒരു നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആര് വന്ന് എന്നോട് ചോദിച്ചാലും ചെയ്തു കൊടുക്കുവാനാവുന്ന സഹായം ഏറ്റവും നല്ല മനസ്സോടെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ശരിക്കും ചെറിയ ചെറിയ സഹായങ്ങൾ തൻ്റെ സമയം കൊണ്ട്, തനിക്കുള്ള പരിചയം കൊണ്ട്, തൻ്റെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തതിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് മകൾക്കിന്നുള്ള സ്ഥലവും വീടും എന്ന് പറയുന്നത്.
ഏതാണ്ട് 10-25 ലക്ഷം രൂപയുടെ അസറ്റ്, സ്വത്ത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് മകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 10-25 ലക്ഷം രൂപയുടെ അസറ്റ്, ഏതാണ്ടൊരു 9-10 ലക്ഷം രൂപയുടെ വീട്, 15 ലക്ഷം രൂപയുടെ സ്ഥലം, ഇതെല്ലാം ഒന്നും കരങ്ങളിലില്ലാതെ അമ്മയുടെ കരങ്ങളിലെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് ഒരു കാര്യത്തിന് വേണ്ടി മകൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പല വഴികളിൽ മകളെ സഹായം തേടിയെത്തി. പലർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോരുത്തരും ചെറുതായി എന്തെങ്കിലും മകളെ സഹായിച്ചു. പിന്നെ കരുതി വെച്ചിരുന്നതൊക്കെയും ചേർത്ത് വെച്ച് ആ ഒരു സ്ഥലം സ്വന്തമാക്കുവാനും ചുരുങ്ങിയ നാളുകൾ 6 മാസം കൊണ്ട് ഒരു ഭവനം പൂർത്തീകരിച്ചെടുക്കുവാനും അമ്മ മാതാവ് ഈ മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന കണ്ണുകൊണ്ടല്ല ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം ജീവിക്കുന്ന ജീവിതത്തെ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മേൽ ആശീർവാദത്തിൻ്റെ കരമുയർത്തുന്നത്. അതുകൊണ്ട് ഏത് കാലത്തും ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനു മുമ്പ് ദൈവത്തിൻ്റെ അരികിൽ നമുക്കൊരു നിക്ഷേപമുണ്ട് എന്ന് മറന്നു പോകരുത്. നമ്മുടെ ഓരോ നല്ല പ്രവൃത്തിയും ഓരോ നല്ല വാക്കും സമയം കൊണ്ട് ചെയ്യുന്ന നല്ല ഓരോ നന്മകളും അതൊക്കെയും നമുക്കുള്ള ദൈവസന്നിധിയിലെ നിക്ഷേപമായി മാറും. തക്ക സമയത്ത് അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനയായി അവ നമുക്ക് ഉപകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ആർക്കെന്ത് ചെയ്തു കൊടുത്താലും അതൊന്നും ഫലരഹിതമായി പോകുന്നില്ല. നമുക്ക് തന്നെ കൂടുതൽ അനുഗ്രഹത്തിനുള്ള അടിസ്ഥാനമായി തീരുകയാണ് ചെയ്യുന്നത്. അത് ജോസഫച്ചൻ എപ്പോഴും നമ്മോട് പറയും, നിങ്ങൾക്ക് ദൈവസന്നിധിയിലുള്ള അസറ്റ് എന്ത്, ഡിപ്പോസിറ്റ് എന്ത് എന്നെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. നാം ഈ ലോകത്തിൽ ജീവിക്കുക നമുക്ക് എളുപ്പമാണ്. കൗശലത്തിലും വഞ്ചിക്കുവാനും കവർന്നെടുക്കുവാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ദൈവത്തിൻ്റെ നിക്ഷേപപ്പെട്ടിയിലേക്ക് നന്മയുടെ നിരന്തരമായ നിക്ഷേപങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹവും നമ്മുടെ ആത്മാവിന് ഉപകരിക്കുന്നതുമായ ഒരു ജീവിതത്തെ സൂക്ഷിക്കുവാൻ അത്ര എളുപ്പമല്ല. അതിന് നിരന്തരമായ ജീവിതത്തോടുള്ള ശ്രദ്ധ വേണം, സഹോദരനെക്കുറിച്ചുള്ള ചിന്ത വേണം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം നൽകും എന്ന വിചാരത്തോടു കൂടി ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ ചെലവഴിക്കുവാൻ നമുക്ക് തയ്യാറുണ്ടാവണം. അങ്ങനെ നാം ചെയ്യുന്ന എളിയ പ്രവൃത്തികൾക്ക് ദൈവം നമുക്ക് വലിയ പ്രതിഫലം കാത്തുവച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, നിങ്ങൾ ഒരു പാത്രം വെള്ളം മറ്റൊരാൾക്ക് കുടിക്കുവാൻ കൊടുത്താൽ നിങ്ങൾക്കതിന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. ചേച്ചി ചെയ്തത് ചെറിയ ചെറിയ നല്ല ശുശ്രൂഷകളാണ്. ചേച്ചിക്ക് ദൈവം കാത്തുവെച്ച് കൊടുത്തതോ സ്വപ്നതുല്യമായി 10-14 വർഷം വാടകയ്ക്ക് മാറി മാറി ഒരു കൂരയില്ലാതെ കിടന്ന കുടുംബത്തിന് അനുഗ്രഹമായി ഒരു ഭൂമിയും ഭവനവും ഒരുമിച്ച് 6 മാസങ്ങൾക്കുള്ളിൽ കൈവെള്ളയിൽ വെച്ചു കൊടുത്തതാണ് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് ചേരുന്ന പ്രവൃത്തികൾ ജീവിതത്തിൽ എന്നും ചെയ്യുവാൻ ശ്രദ്ധിക്കാം. നമ്മുടെ നിക്ഷേപം എത്ര കണ്ട് ദൈവത്തിൻ്റെ മടിത്തട്ടിൽ വളരുന്നുവോ അത്ര കണ്ട് ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് അനുഭവിക്കുവാനാവും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ജിസ്ന, ഇതെൻ്റെ ഭർത്താവ് ബിബിൻ. ഞങ്ങൾ കോതമംഗലം രൂപതയിൽ ഇടുക്കി ജില്ലയിൽ കാളിയാറ്റിൽ നിന്ന് വരുന്നു, തൊടുപുഴയ്ക്കടുത്ത് കാളിയാറ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ആദ്യമായി വന്നത് നവംബർ 2-ാം തീയതി 2024 ഇവിടെ വരാൻ കാരണം ഫോണിനകത്തൊക്കെ എന്നും ഈ പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ച ധ്യാനങ്ങളെല്ലാം കാണുമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എനിച്ചതിന് നടുവിന് വേദനയാണ്, എന്നും ഡിസ്ക് ബൾജായിട്ട് എന്നും ആശുപത്രി പോകാൻ മാത്രം നേരമുള്ളൂ, ശരീരം കോടിപ്പോകുന്ന അവസ്ഥയായിരുന്നു, ഇടത് കാലം തളർന്നുപോയി. അതുകൊണ്ട് നമുക്ക് കൃപാസന മാതാവിനെ ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ഇവിടെ വന്നപ്പോൾ വലിയ തിരക്ക്, ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, എടുത്താൽ ഞങ്ങളെ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തിരിച്ചു പോയി. നവംബർ പിന്നെയും ആ വേദന കൂടുമല്ലാതെ കുറഞ്ഞില്ല. ഫെബ്രുവരി 1-ാം തീയതി തിരികെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. വീണ്ടും ആശുപത്രി പോയി. ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ആ വേദന കുറയുകയും താഴ്ന്നു പോകാൻ തുടങ്ങിയ കാല് നന്നായിട്ട് പിന്നെ നൂറ് നിൽക്കാനും എല്ലാ ജോലി ചെയ്യാനും സാധിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ കൃപയാൽ ഇപ്പോൾ സകല ജോലിയും ചെയ്യുന്നുണ്ട്. മരുന്നുകൾ കൊണ്ടൊന്നും മാറാതെ ഇരുന്നത്
പിന്നെ മാതാവിൻ്റെ കൃപയാൽ മാറിക്കിട്ടി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ മൂന്നാമത്തെ പ്രസവത്തിൽ 4ാമത്തെ കുഞ്ഞ്, മൂത്തവർ 2 ട്വിൻസാണ്. അതുകൊണ്ട് 4ാമത്തെ കുഞ്ഞാണ്. അവന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഒരു കുഞ്ഞുണ്ട് എന്ന്. അവൻ 5ാം മാസമായപ്പോൾ കിഡ്നിക്ക് വീക്കമാണെന്ന് 5ാം മാസം സ്കാനിങ്ങിൽ അറിഞ്ഞു. അന്നേരം തൊട്ട് വലിയ ടെൻഷനായി. ഇനി എങ്ങനെയാവും കാര്യങ്ങൾ, കുഞ്ഞിന് വലിയ വൈകല്യം വരുമോ എന്ന് പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചു, അവനൊരു കുഴപ്പം വരാതിരിക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് മാതാവിന് മുമ്പിൽ കിടത്തിക്കോളാം എന്ന്. 7ാം മാസം സ്കാനിങ്ങിലും 7ാം മാസം സ്കാനിങ് ആയപ്പം കിഡ്നിയുടെ വീക്കം കുറഞ്ഞതായിട്ടും 9ാം മാസം സ്കാനിങ്ങിൽ അത് പൂർണ്ണമായി മാറിയതായിട്ടും പറഞ്ഞു. അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വയറേൽ ഒരു കരിനീല കളറിൽ തടുപ്പ് വന്നു. അതിൻ്റെ വേരുകൾ ഉള്ളിലോട്ട് ആഴത്തിലുണ്ട്, അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് പിന്നെ പീഡിയാട്രിക് സർജനെ കൊണ്ട് എവിടെയാണെങ്കിലും കാണിക്കണം, മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അവൻ്റെ കരച്ചിലാണെങ്കിൽ ഒരു വ്യത്യാസം വന്നതുകൊണ്ട് എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ 2 അറകളിൽ 2 ഹോള്, ഒരെണ്ണം ഇത്തിരി ചെറുതും ഒരെണ്ണം 2.5 ഉണ്ട്, അതുകൊണ്ട് അത് അടയാൻ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞു. 3 ആഴ്ചയ്ക്ക് ശേഷം അന്നേരം തൊട്ട് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിൻ്റെ വയറേലും നെഞ്ചത്തും മാതാവിൻ്റെ ഉടമ്പടി തൈലം തേക്കുകയും നെറ്റിയിലെല്ലാം ഉടമ്പടി ഉപ്പ് തേക്കുകയും ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ ഓഗസ്റ്റ് 15-ാം തീയതി പിള്ളേരുടെ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് പീഡിയാട്രിക് സർജനെ കാണിച്ചു കഴിഞ്ഞപ്പം സർജൻ പറഞ്ഞു, വയറിലുള്ള തടുപ്പ് ഒരു തൊലിയുടെ അകമയുള്ള ഒരു ചെറിയ തടുപ്പ് മാത്രമാണ്, അത് സ്കിന്നിൻ്റെ കളറായിട്ട് മാറിക്കോളും, അത് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് ആഗസ്റ്റ് 16-ാം തീയതി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിലെ ഒരു അറയിലെ ചെറിയ ഹോള് അടഞ്ഞു പോയതായിട്ടും ഇനി 2.5 അടയാൻ ചാൻസ് കുറവാണ്, അത് ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മരുന്നുകളൊന്നും തന്നില്ല. ഞങ്ങൾ ചോദിച്ചു, മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് 18 വയസ്സ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക, അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു. നവംബർ 15-ാം തീയതി ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെന്ന് കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ 2.5 ഉണ്ടായിരുന്ന ആ ഹോള് പോലും മാതാവ് അടച്ചു കളഞ്ഞായിട്ട് കാണിച്ചു. പറഞ്ഞു ഇത് സാധ്യതയില്ലാത്തതായിരുന്നു എന്നാണ് ഡോക്ടറും പറഞ്ഞത്. അതും അടച്ച് മാതാവ് തന്നു. ഞങ്ങൾ എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോവുകയും കുമ്പസാരിക്കുകയും ചെയ്തു. മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ കഴിയുന്നവർക്ക് ഒരു നേരത്തെ മരുന്ന് മേടിക്കാനുള്ള, ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരു നേരത്തെ മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുത്തു. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഫുഡ് ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ പത്രം കൊണ്ട് എല്ലാവർക്കും വിതരണം ഞങ്ങളെ ഹിന്ദുക്കൾക്കാണ് അധികവും വിതരണം ചെയ്തത്. പിന്നെ അനാഥാലയത്തിലേക്ക് ഡ്രസ്സ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളും നല്ല ഡ്രസ്സുകൾ നോക്കിയെടുത്തും. പിന്നെ എവിടുന്നേലും ഡ്രസ്സ് ആരേലും കൊടുക്കാൻ ചുമ്മാ കളയുവാന്ന് പറഞ്ഞാൽ വേണ്ട ചേച്ചി, ഇതിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അനാഥാലയത്തിലോട്ട് മേടിച്ച് കൊടുക്കുകയും ചെയ്തിട്ടു. അതാണ് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാം രോഗവും മാറ്റി തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിപിൻ മാത്യു. എൻ്റെ ഇടതുകാല് പൂർണ്ണമായും തളർന്നു പോയതായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. ഞാൻ തടിപ്പണി ചെയ്യുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് പണി വണ്ടിയുടെ അലൈൻമെൻറ്റ് വർക്കാണ്. ഇപ്പോൾ എനിക്ക് ഇരുന്നേക്കാനും കുത്തിയിരുന്ന വെയിറ്റ് എടുത്ത് പൊക്കാനും അതൊന്നും സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അമ്മമാതാവിൻ്റെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പറഞ്ഞാൽ തീരുകയില്ല. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്.
തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ജിസ്ന എന്ന ഈ മകളും ജീവിത പങ്കാളി ബിബിനും കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ പരിശുദ്ധമ്മയുടെ ശക്തമായ ഇടപെടലിലൂടെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരൻ്റെ കാലുകൾക്കുണ്ടായ തളർച്ച, നടുവിനുണ്ടായ പ്രയാസങ്ങൾ, ജോലിയെടുക്കുവാനാവാതെ, നടക്കുവാനാവാതെ, കുനിയുവാനാവാതെ ഏറെ ക്ലേശിച്ച നാളുകളിലാണ് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും യൂട്യൂബിൽ വരുന്നത് കണ്ട് ഈ കുടുംബം അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായി കൃപാസനത്തിൽ എത്തിച്ചേർന്നതെന്ന് സൂചിപ്പിച്ചു. മരുന്നോ മറ്റ് യാതൊരു കാര്യമോ ചെയ്യാതെ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ച് സഹോദരൻ അല്പകാലം മുന്നോട്ട് പോയതിലൂടെ കാലുകൾക്ക് ബലം കിട്ടി, ജോലി ചെയ്യുവാൻ ആരോഗ്യം കിട്ടി, കുനിയുന്നതിന് യാതൊരു കുഴപ്പവുമില്ലാത്ത വിധത്തിൽ ശാരീരികമായ മുഴുവൻ തളർച്ചയെയും അമ്മ മാതാവ് മാറ്റിക്കൊടുത്ത് സൗഖ്യപ്പെടുത്തിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. ഇവർ ഉടമ്പടി എടുക്കുവാൻ ഇവിടെ വരുമ്പോൾ തന്നെ മകളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായിരുന്നു. പക്ഷേ ഇവരത് അറിയുന്നില്ലായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്ത് തിരികെ പോയതിനു ശേഷമാണ് ഉദരത്തിലൊരു 4ാമത്തെ കുഞ്ഞ് ഉരുവായിട്ടുണ്ടെന്ന് കുടുംബം അറിയുന്നത്. ആ നിമിഷം മുതൽ സന്തോഷത്തോടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് മുന്നോട്ട് പോയത്. ഉടമ്പടി എടുത്താൽ എല്ലാം അപ്പം തന്നെ ശരിയാകുമെന്നോ, സങ്കടങ്ങൾ വേഗത്തിൽ മാറുമെന്നോ, ഒരു പ്രശ്നവും ജീവിതത്തിൽ വന്നലയ്ക്കത്തില്ലെന്നോ എന്നും അർത്ഥമില്ല. ഈ മകൾ നമ്മോട് പങ്കുവെച്ചത് മുഴുവനും ആ ഉടമ്പടി എടുത്ത നാളുകളിൽ തന്നെ ആ കുടുംബം കടന്നുപോയ വലിയ ഞെരുക്കത്തെക്കുറിച്ചാണ്. ഉദരത്തിലുള്ള കുഞ്ഞ് ഓരോ തവണ പരിശോധിക്കുമ്പോഴും കുഞ്ഞിനുണ്ടാവുന്ന ക്ലേശങ്ങളെക്കുറിച്ചാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തത് 5-ാം മാസം കിഡ്നിക്കുണ്ടായിരുന്ന വീക്കത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ അല്പം പോലും ഉടമ്പടി വിശ്വസ്തതയിലെടുക്കുന്നവരുടെ പ്രത്യേകത, ഒരു സങ്കടം വന്നാലോ, ഒരു തിരിച്ചടി വന്നാലോ, കാര്യങ്ങൾ നേരെ ചൊവ്വെ പോകുന്നില്ലെന്ന് കണ്ടാലോ പരാജയപ്പെടുകയോ വിശ്വാസം കുറയുകയോ മറുത്തു പറഞ്ഞു പോവുകയോ ചെയ്യില്ല. മറിച്ച് കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ വലിയ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഇതിലിടപെടുവാനും സൗഖ്യപ്പെടുത്തുവാനും ആരോഗ്യം നൽകുവാനും തരുമെന്ന പ്രത്യാശയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതാണ് മകൾ സൂചിപ്പിച്ചത്. എൻ്റെ ഉദരത്തിൽ ഞാൻ എന്നും എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് വേണ്ടി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം ഡോക്ടറിൻ്റെ ആ നിമിഷങ്ങളിൽ അതിനൊന്നും ചെയ്യുവാനില്ല. മരുന്നുകൊണ്ട് ആ വീക്കം മാറ്റിയെടുക്കുവാൻ കഴിയത്തുമില്ല. ദൈവത്തിന് മാത്രം, ദൈവശക്തിക്ക് മാത്രമേ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ ഏതൊരു കുഴപ്പത്തെയും മാറ്റിത്തരുവാൻ കഴിയൂ എന്ന പൂർണ്ണ ശരണത്തോടുകൂടി എൻ്റെ അമ്മ മാതാവിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊടുത്തുകൊണ്ടിരുന്നു. 7-ാം മാസത്തെ സ്കാനിങ്ങിൽ അല്പം കുറവുണ്ടെന്ന് പറഞ്ഞു. 9-ാം മാസം ഒട്ടും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഡെലിവറിയിൽ ആരോഗ്യത്തോടു കൂടി കുഞ്ഞിനെ കരങ്ങളിൽ ലഭിക്കുകയും ചെയ്തു. വലിയ സന്തോഷത്തോടെ കുഞ്ഞിനെ കരങ്ങളിൽ എന്തുമ്പോൾ അടുത്ത ഇടുത്തി പോലെയാണ് അടുത്ത വിഷയം കേൾക്കുന്നത്. കുഞ്ഞിന് വാൽവിന് 2 ഇടങ്ങളിൽ ദ്വാരമുണ്ട്. ഹാർട്ടിന് 2 ഇടങ്ങളിൽ ദ്വാരമുണ്ട്. അത് ഇപ്പോഴും അധികമൊന്നും ചെയ്യാനില്ല. അത് 18 വയസ്സ് വരെ കാത്തിരിക്കണം. വീണ്ടും ആദിയുടെ തീക്കനലിൻ്റെ ദിവസങ്ങളിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. എങ്കിലും മോള് സുന്ദരമായി തന്നെ സൂചിപ്പിച്ചു, ഒന്നും ഡോക്ടറിനൊന്നും ചെയ്യാനില്ല, തരാൻ മരുന്നൊന്നുമില്ലാത്തപ്പോൾ എനിക്കുള്ളത് അമ്മ കൈമാറിയ ഔഷധങ്ങളാണ്. അത് ഉടമ്പടി തൈലമാണ്. ഞാൻ തൈലം കുഞ്ഞിൻ്റെ ഹൃദയത്തിലെന്നും കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 മാസത്തിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുചെന്ന് കുഞ്ഞിനെ കാണിച്ചു. ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, ഒരു ഹോൾ അടഞ്ഞുപോയി, മറ്റത് വലുതാണ്, അടയത്തില്ല. അതുകൊണ്ട് 18 വയസ്സ് എത്തട്ടെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന്. അപ്പോഴും മകളത് 18 വയസ്സ് വരെ കാത്തിരിക്കാനല്ല, സമയച്ചുരുക്കമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുത്തിട്ട് പൂർണ്ണമായ ശരണത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതിനെയാണ് അടയാളപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാൻ അല്പം പോലും മടിയില്ലാതെ എൻ്റെ അമ്മയ്ക്ക് ഇത്രത്തോളം ആക്കാമെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് സൗഖ്യവും എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ ഒരു ഹോൾ അടയ്ക്കുവാൻ പറ്റുമെങ്കിൽ അടുത്തതും എത്ര വലുതാണെങ്കിലും അത് അമ്മയ്ക്ക് സാധിക്കുമെന്ന പ്രത്യാശയോടെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. വെറുതെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചുവെന്ന് മാത്രമല്ല, അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, ഉടമ്പടിയോടുള്ള വിശ്വസ്തതയുള്ള ജീവിതക്രമം അത് മുഴുവനും വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഉടമ്പടിയെ ഞാൻ ആദരിക്കും, അമ്മ മാതാവിൻ്റെ ഈ വിഷയം അംഗീകരിച്ച് സൗഖ്യപ്പെടുത്തുമെന്ന പ്രത്യാശയിൽ ജീവിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്.
ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോൾ അവരോട് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഹോളൊന്നുമില്ല, പൂർണ്ണ ആരോഗ്യമുണ്ട്, കുഞ്ഞ് ആരോഗ്യത്തോടു കൂടി ഹൃദയാരോഗ്യത്തോടു കൂടി നിങ്ങളുടെ കരങ്ങളിലേക്ക് തിരികെ തരികയാണെന്ന്. പ്രിയമുള്ളവരെ, മരുന്നിന് അസാധ്യമായത്, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തത്, എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുന്ന വിഷയങ്ങളിൽ അമ്മയ്ക്ക് ഇടപെടാനുണ്ട്, ഈശോയ്ക്ക് സൗഖ്യപ്പെടുത്തുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിന് മേൽ അവിടുത്തേക്ക് എപ്പോഴും അധികാരമുണ്ട്, ശക്തി പ്രയോഗിക്കുവാൻ അവിടുത്തേക്ക് കഴിവുണ്ട്. നാം ശരണപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിത വിഷയങ്ങൾ അനുഗ്രഹമാകുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം.